ഒരു പുതിയ കൊറിയൻ മിസ്റ്ററി ത്രില്ലർ പടം പ്രൈം വീഡിയോയിൽ വന്നിട്ടുണ്ട്. സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സിനിമയാണ്. ചിത്രം ദ അഗ്ലി. നമ്മുടെ ട്രെയിൻ ടു ബുസാൻ, അതുപോലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ റെവലേഷൻസ് ഉൾപ്പെടെ കിടിലം പടങ്ങളൊക്കെ സംവിധാനം ചെയ്ത യോൺ സാങ്ഹോ ആണ് ഇതിന്റെ സംവിധായകൻ. പാർക്ക് ജോങ്മിൻ ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കണ്ണു കാണാത്ത ഒരു കലാകാരനെ ഇന്റർവ്യൂ ചെയ്യാനെത്തുന്ന ഒരു റിപ്പോർട്ടറും ആ കലാകാരന്റെ മകനും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ രഹസ്യം അന്വേഷിക്കുന്നതാണ് ദ അഗ്ലി എന്ന സിനിമ പറയുന്നത്. നല്ലൊരു സിനിമ, കഥ കൊണ്ടായാലും പെർഫോമൻസ് കൊണ്ടായാലും കലാപരമായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു പടമാണ്. പടം നല്ല സ്ലോ ആണ്, പക്ഷെ ആ മിസ്റ്ററി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മൾ ഈ പടം കണ്ടു തീർക്കും. ബേണിംഗ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ സിനിമയുണ്ട്, 2018 ഇറങ്ങിയത്. വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു പടമാണത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു കൈൻഡ് ഓഫ് വൈബ് എന്ന് വെച്ചാൽ അതിന്റെ കഥയുമായിട്ട് സാമ്യം എന്നൊന്നുമല്ല, കുറച്ചൊക്കെ ആ ഒരു മൂഡ് പോലെ, ആ ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് ഈ പടത്തിനുള്ളത്. ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ ഇന്റർവ്യൂ ആയിട്ടാണ് കഥ ഇങ്ങനെ തരംതിരിച്ച് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മർഡർ മിസ്റ്ററിയും ഒപ്പം സമൂഹം സൗന്ദര്യത്തിന് നൽകുന്ന വളരെ വികലമായിട്ടുള്ള നിർവചനങ്ങളുടെയും ഒരു പോർട്രയൽ കൂടിയാണ് ഈ പടം എന്ന് പറയാം. ഭംഗിയില്ലാത്തത് കൊണ്ട് ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന അനീതി എന്നും പറയാം. അതിനോടൊപ്പം ശരിക്കും വൃത്തികെട്ടത് ആൾക്കാർ ഈ സൗന്ദര്യത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ ആണ് എന്നും സിനിമ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതിന്റെ ക്ലൈമാക്സ് അത്യാവശ്യം ഹൗണ്ടിങ് ആണ്. ഒരുപാട് ചിന്തയ്ക്ക് വക നൽകുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട ടൈപ്പ് ഒരു ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ എന്ന് പറയാം. ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും പടം കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ സിനിമ നമുക്കൊരു ഇമ്പാക്ട് നൽകുന്നുണ്ട്. ഇതൊരു ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ആ ഒരു ബഡ്ജറ്റിന് ചേരുന്ന വിധത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് തന്നെ പടത്തിന് തരാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കുറച്ച് ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഈ പടത്തിനുള്ളത്. ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു തിരക്കഥയുമാണ് സിനിമയ്ക്കുള്ളത്. പെർഫോമൻസുകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ്. ഡബിൾ റോളിൽ വന്ന പാർക്ക് ജോങ്മിന്റെ പ്രകടനം എടുത്ത് തന്നെ പറയണം. രണ്ട് കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ടൈപ്പ് മനുഷ്യരാണ്. ശരിക്കും കോൺട്രാസ്റ്റ് സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയാം. അത് വളരെ നല്ല രീതിയിൽ, ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഈ പടത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ പുള്ളിയുടെ അച്ഛനായിട്ട് വന്ന ക്വൻ ഹെ ഹ്യോയുടെ പെർഫോമൻസും എടുത്തു തന്നെ പറയണം. അതുപോലെ അമ്മയായിട്ട് വന്ന ഷിൻ ഹ്യൂബിൻ, റിപ്പോർട്ടറായിട്ട് വന്ന ഹാൻ ജി യൂൺ ഉൾപ്പെടെ അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസുകൾ സിനിമയിലുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിൽ പടത്തിന്റെ ക്യാമറ, സിനിമയിൽ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ, കളർ ടോൺ ഒക്കെ നല്ലതാണ്. എഡിറ്റിംഗും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം. അതുപോലെ നായകന്മാരുൾപ്പെടെ കഥാപാത്രങ്ങളുടെ മേക്കപ്പും പ്രശംസനീയമാണ്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര സസ്പെൻസ് അല്ലെങ്കിൽ മിസ്റ്ററി ഒന്നുമുള്ള സിനിമയല്ല ഇത്. അങ്ങനെ വലിയൊരു ത്രില്ലിംഗ് സംഭവം പ്രതീക്ഷിച്ചൊന്നും ഈ പടം കാണരുത്. അങ്ങനെ സീറ്റ് എഡ്ജ് സംഭവം അങ്ങനൊന്നുമില്ല. അതുപോലെ സ്ലോ ബേൺ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും കപ്പ് ചായയുമല്ല. കുറച്ച് വേഗത്തിൽ കഥ പറഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ നല്ല ആക്ഷൻ ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പടമേ അല്ലത്. ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള കുറച്ച് ഫെസ്റ്റിവൽ ടൈപ്പ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്കായിരിക്കും ഈ പടം കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ആവുക. സോ മൊത്തത്തിൽ മികച്ച ഒരു സ്ലോ ബേൺ ത്രില്ലർ ആണ് ദ അഗ്ലി. എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ള ഒരു പടമാണ്. അല്പം ചിന്തിക്കാനുള്ള വക തരുന്ന, കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, പതിഞ്ഞ താളത്തിൽ പോകുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ ഇപ്പോൾ കാണാൻ പറ്റും. 1 മണിക്കൂർ 43 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. കൊറിയൻ ആണ് ഒറിജിനൽ ഭാഷ. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 18+ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുട്ടികൾക്കുള്ള ഒരു സിനിമയല്ല, ഇതിന്റെ ഒരു തീം ഒക്കെ കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.